What's happening people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ ഇന്ന് ഒരു റിവ്യൂ വീഡിയോ ആണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ജിക്സറിൻ്റെ 250 ജിക്സറിൻ്റെ 250 നേക്കഡ് മോഡൽ എനിക്ക് ഇന്ന് കൈ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ വണ്ടി. രണ്ട് കളർ വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്ക് VTJ സുസൂക്കി ഷോറൂമിൽ നിന്നാണ് എനിക്കിന്ന് വണ്ടി കിട്ടിയേക്കണത്. അപ്പോൾ രണ്ട് കളർ വേരിയൻ്റാണ്, ഒന്ന് ബ്ലാക്കും ഒന്ന് സിൽവറും. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണ്ടായി. നമ്മുടെ ബോബോ ഗിയേഴ്സിൻ്റെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ടായി. സ്റ്റിൽ എനിക്കൊരു കൂപ്പൺ കോഡ് ഉണ്ട്, KM20 എന്നാണ് ആ കൂപ്പൺ കോഡിൻ്റെ പേര്. നിങ്ങൾക്ക് ബോബോ ഗിയേഴ്സിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ 20% ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ ഏകദേശം നമ്മുടെ ജിക്സർ 150യുടെ ഏകദേശം അതേ ലുക്ക് തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാം. അതേ ടൈപ്പ് സെയിം LED ഹെഡ് ലാമ്പ്സ് ആണ്, 3 ലെയർ പോലെ ഉണ്ടാവും. അതിൽ ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കാൻ പോയാൽ നമ്മുടെ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് അവൈലബിൾ ആക്കിയേക്കണം. പിന്നെ നമ്മൾ സസ്പെൻഷനിലേക്ക് നോക്കാൻ പോയാൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ ഇവിടെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഈ കൂടുതൽ പൊടിയൊന്നും നമ്മുടെ സസ്പെൻഷൻ്റെ ആ ഫോർക്കിലേക്ക് അടിച്ച് കയറാണ്ടിരിക്കാൻ രണ്ട് സൈഡിലൊരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഫ്രണ്ടിൽ 300 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് ആണ് അവൈലബിൾ ആക്കിയേക്കണത്. ഫ്രണ്ട് ടയർ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 17 ഇഞ്ച് ടയേഴ്സാണ്, 110 സെഷൻ ടയേഴ്സാണ് ഫ്രണ്ടിൽ അവൈലബിൾ ആക്കിയേക്കണത്. പിന്നെ ഇത് ഡുവൽ ചാനൽ ABS ആണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ABS അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് എഞ്ചിൻ സൈഡിലേക്ക് നോക്കാം. എഞ്ചിൻ സൈഡിലേക്ക് നോക്കുമ്പോൾ സെയിം 249cc എഞ്ചിൻ തന്നെയാണ് ഇതിലും അവൈലബിൾ ആക്കിയേക്കണത്. അതിൻ്റെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും 26.5 bhp at 9000 RPM, 22.6 Nm ടോർക്ക് അറ്റ് 7500 RPM. സെയിം നമുക്കിവിടെ കാണാം സുസുക്കിയുടെ ഓയിൽ കൂളിംഗ് സിസ്റ്റം, അവരുടെ പേറ്റൻറ്റ് ടെക്നോളജിയാണ്, SOCS എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് സുസുക്കിയുടെ ഇക്കോ പെർഫോമൻസും ആണ് അവർ ഈ എഞ്ചിനിലും. സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്ക് ജിക്സർ SF കണ്ട അതേ എഞ്ചിൻ തന്നെയാണ് ഇതിലും അവൈലബിൾ ആക്കിയേക്കണത്. പിന്നെ ബാക്കിലേക്ക് നോക്കുമ്പോൾ എക്സോസ്റ്റ് സെയിം നമുക്ക് ആ എക്സോസ്റ്റ് ആയാലും SFലും അതുകൂടാണ്ട് ജിക്സർ 150ൽ കണ്ടേക്കണ ഏകദേശം അതേ ടൈപ്പ് എക്സോസ്റ്റാണ്. ഇവിടെ ക്രോം ഫിനിഷാണ് കൊടുത്തേക്കണത്. നമ്മുടെ ബാക്ക് ബ്രേക്കിൻ്റെ സിലിണ്ടർ ആയാലും ഇതിൻ്റെ പുറകിൽ അത്യാവശ്യം പ്രൊട്ടക്ഷനിലോടാണ് ഇരിക്കുന്നത്. ബാക്കിലത്തെ ഡിസ്ക് സൈസ് അതെന്ന് പറയുമ്പോഴത്തേക്കും 220 mm ഡിസ്ക്കാണ്, വിത്ത് ABS ആണ്, ഡുവൽ ചാനൽ ABS ആണ് ഇതിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ സെയിം നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള LED ടെയിൽ ലാമ്പും, പിന്നെ നമ്മുടെ ബാക്കിലത്തെ ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡേഴ്സ് എല്ലാം കുറച്ച് നീണ്ടാണ് ഇരിക്കുന്നത്. അത് കൂടാണ്ട് ബാക്കിലൊരു ഹഗ്ഗറും കൊടുത്തിട്ടുണ്ട്, ചെളിയൊന്നും അങ്ങനെ തെറിക്കാണ്ടിരിക്കാൻ. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സാരി കാർഡാണ്. നല്ല സെയിം SFന് കണ്ട പോലത്തെ നല്ല സുസുക്കിയുടെ സാരി കാർഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സാരി കാർഡ് കേട്ടോ. അതാണ് ഇവിടുത്തെ സാരി കാർഡും കൊടുത്തേക്കുന്നത്. ബാക്കിയൊന്നുമില്ല. സൈഡിൽ ഇവിടെ ചെറിയ റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തായാലും നമുക്കിവിടെ ജിക്സറിന് എഴുതിയിട്ടുണ്ട് 250 SOC കൂളിംഗ് സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗിയർ ബോക്സിലേക്ക് നോക്കാൻ പോയാൽ സെയിം 6 സ്പീഡ് ഗിയർ ബോക്സാണ്. ഞാൻ കുറച്ച് ഓടിച്ചു, അത്യാവശ്യം സ്മൂത്താണ്. പഴയ ആ സുസുക്കിയുടെ ആ ഒരു ടൈറ്റ്നെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും പഴയതിനെക്കാട്ടും കുറച്ചും കൂടെ സ്മൂത്തർ ഗിയർ ബോക്സാണ് നമ്മുടെ ജിക്സർ 250ക്ക് അവൈലബിൾ ആക്കിയേക്കണേ. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ നോക്കാൻ പോയാൽ ഇതിന് മോണോഷോക്ക് സസ്പെൻഷനാണ് അവൈലബിൾ ആക്കിയത്. അതും നമുക്ക് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ്. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഓയിൽ കൂളർ ഇവിടെ സൈഡിൽ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സീറ്റിൻ്റെ കാര്യം നോക്കാൻ പോയാൽ സ്പ്ലിറ്റ് സീറ്റാണ്. നമുക്ക് കാണാം സ്പ്ലിറ്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഷൻ്റെ സീറ്റാണ്. പില്ലിയൻ സീറ്റും അത്യാവശ്യം നല്ല കുഷൻ്റാണ്. അത്യാവശ്യം വലിയ സീറ്റാണ്. നമുക്ക് ഗ്രാബ് റെയിലായാലും നല്ലോണം പിടിച്ചിരിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ഗ്രാബ് റെയിലാണ് ഇതിനും അവൈലബിൾ ആക്കിയേക്കണം. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് നമ്മുടെ സിറ്റിയിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാനും കുഴപ്പമില്ലാണ്ട് നമുക്ക് അടിയൊന്നും ഇടിക്കാണ്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം. ഏറ്റവും ആദ്യം ഇടിക്കാൻ പോകണം ഇതിൻ്റെ കാറ്റ് കൺവേർട്ടർ ആയിരിക്കും, നിങ്ങൾക്ക് കാണാൻ അടിയില്ല അവിടെ. അപ്പോൾ അതായിരിക്കും ഇടിക്കണമെങ്കിൽ ആദ്യം ഇടിക്കുക. പിന്നെ ഇവിടെ ചെറിയൊരു അണ്ടർ ഷീൽഡ് പോലെ ഒരു ഫൈബറാണ്, എന്നാലും ചെറിയൊരു നല്ല ലുക്കുണ്ട് ആ ഒരു ചെറിയൊരു പീസ് അടി കൊടുത്തതിൻ്റെ. അതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. അപ്പോൾ നമുക്ക് ബാക്കി വണ്ടിമേ കയറി ഇരുന്ന് സംസാരിക്കാം. വണ്ടിമേ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 156 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. 156 അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റാണ്. നമുക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല, 156 kg ഉള്ളൂ. നമുക്ക് നല്ല രീതിയിൽ വണ്ടി കൊണ്ട് നടക്കുകയും ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ട് നടക്കാനായാലും നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 800 mm ആണ് സീറ്റ് ഹൈറ്റ്. എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്. എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. ഒരു ഇത്തിരി കൂടെ മുട്ടിയാൽ പക്ക ഫ്ലാറ്റ് ഫുട്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5'6" ആണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്, എനിക്ക് കുറച്ചും കൂടി ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 12 liters ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. 12 liters എന്ന് പറയുന്നത് നമുക്ക് മൈലേജ് ഏകദേശം ഒരു 30, 35, 40 ആ റേഞ്ചിൽ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. റൈഡിങ് പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ലീൻ ഉണ്ട്, അത് നമുക്ക് മനസ്സിലാവും. ഫുട് പെഗ്സ് ബാക്കിലേക്കാണ്. അത് കൂടാണ്ട് നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. മീറ്റർ കാണിച്ചു തരാം.
സെയിം നമുക്ക് SF-ന് വന്നേക്കുന്ന അതേ ടൈപ്പ് മീറ്റർ തന്നെയാണ്. ഇവിടെ നമുക്ക് RPM മീറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് സ്പീഡും ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കും. ഫ്യൂവൽ ഇത്രേ ഉള്ളൂ ഈ മീറ്ററിൽ. പിന്നെ ഇവിടെ നമുക്ക് ABS-ൻ്റെ ലാമ്പും എൻജിൻ ലാമ്പും കാര്യങ്ങളും എല്ലാം ന്യൂട്രലിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു RPM ലിമിറ്റിൻ്റെ ലൈറ്റും അവൈലബിൾ ആക്കുന്നുണ്ട്, വൈറ്റ് ലൈറ്റ്. ഇത്രേ ഉള്ളൂ, ചെറിയൊരു മീറ്ററാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിളാണ്. നമുക്ക് അത്യാവശ്യം ഡയറക്റ്റ് സൺലൈറ്റിലായാലും നമുക്ക് റൈഡറിൻ്റെ ഒരു ഇങ്ങോട്ടേക്ക് നോക്കിയാൽ മീറ്റർ ഇരിക്കണം. ലൈക്ക് റൈഡറിൻ്റെ സൈഡിലേക്കാണ് ഇത് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ കാണാനും പറ്റും, നല്ല രീതിയിൽ നമുക്ക് വിസിബിളും ആണിത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വണ്ടി ഓടിക്കാം. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സെയിം ആ Gixxer 250 SF-ൻ്റെ അതേ ഓൾമോസ്റ്റ് അതേ സൗണ്ട് തന്നെയാണ്. നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല സൗണ്ടിന്. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിക്കാം. നമുക്ക് വണ്ടിയുടെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. റൈഡിങ് പൊസിഷൻ ഞാൻ പറഞ്ഞു, കുറച്ച് ഫ്രണ്ടിലേക്ക് ലീൻ ഉണ്ട്, നല്ല അപ്രൈറ്റ് പൊസിഷനാണ്. പക്ഷേ കുറച്ച് ഫോർവേഡ് ലീൻ ഉണ്ട്. ഹാൻഡിൽ ബാർസൊക്കെ അത്യാവശ്യം നല്ല വൈഡ് ഹാൻഡിൽ ബാർസാണ്. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് കുറച്ച് ദൂരം ക്രൂസ് ചെയ്യാൻ പറ്റിയ ഒരു റൈഡിങ് പൊസിഷനാണ്. അത്ര അഗ്രസീവ് ഒന്നുമല്ല, ശരിക്കും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. നമ്മുടെ ഫുഡ് പെക്സ് ആയാലും നമ്മുടെ തൊട്ട് താഴെ തന്നെയാണ് ഫുഡ് പെക്സ്. അപ്പോൾ അതിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല. നെക്സ്റ്റ് ഇതിൻ്റെ ഞാൻ എഞ്ചിനെ പറ്റി പറയാം. എഞ്ചിൻ നല്ല സ്മൂത്താണ്. എഞ്ചിൻ നമുക്ക് അങ്ങനെ വലിയ വൈബ്രേഷൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു 7000-8000 RPM ഒക്കെ കഴിയണം. അപ്പോഴേ നമുക്ക് വൈബ്രേഷൻസ് വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യുള്ളൂ. അതിന് താഴെ വണ്ടി ഭയങ്കര സ്മൂത്താണ്. നമുക്ക് നല്ല സ്മൂത്തായിട്ട് വണ്ടി കൊണ്ട് നടക്കാം. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഒരു 80, 90, 100 നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ. 80s-ലും 90s-ലും നമുക്ക് അങ്ങനെ ഒരു വൈബ്രേഷൻ അല്ല. ഒരു 7000 RPM കഴിയണം നമുക്ക് കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ അറിയാൻ. 100-ലായാലും വണ്ടി നല്ല സ്റ്റേബിളാണ്, നല്ല സ്മൂത്തറാണ്. നമുക്കങ്ങനെ വൈബ്രേഷൻസ് ഒന്നും ഒട്ടും ഫീൽ ചെയ്യില്ല നമുക്ക് ഈ ഒരു സ്പീഡിലൊക്കെ ആണെങ്കിലും. വണ്ടി ഭയങ്കര സ്മൂത്താണ്. അത്യാവശ്യം നല്ല ത്രോട്ടിൽ റെസ്പോൺസ്. നമ്മളിപ്പോൾ പെട്ടെന്ന് കാണുന്ന നമുക്ക് ശരിക്കും ആ ഒരു പവർ അറിയണമെങ്കിൽ നമ്മളൊരു 5000 RPM മേളിലെത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വണ്ടിയിൽ നിന്ന് പവർ അറിയാൻ പറ്റും. ഇത് നമുക്ക് ട്രാഫിക്കിലൂടെയൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഫ്ലിക്ക് ചെയ്ത് നടക്കാം. കാര്യം വണ്ടി ഒട്ടും നമുക്ക് വെയിറ്റ് അങ്ങനെ തോന്നിക്കില്ല. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് ട്രാഫിക്കിലൂടെ നമുക്ക് ട്രാഫിക് ഫിൽട്ടർ ചെയ്യാനായാലും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നല്ല സുഖമായിട്ട് വണ്ടി കൊണ്ട് നടക്കാം. പിന്നെ വണ്ടി ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് നമുക്ക് ശരിക്കും ഇതൊരു 150cc വണ്ടി പോലെ കൊണ്ട് നടക്കാം കേട്ടോ. കാര്യം നമ്മൾ ഒരു 5000 RPM നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഒരു 50-60s നമുക്കിങ്ങനെ പയ്യെ ക്രൂസ് ചെയ്തുകൊണ്ട് നടക്കാം. അതിന് വണ്ടി ഒരു ബുദ്ധിമുട്ടും കാണിക്കില്ല. ബട്ട് നമുക്ക് കൂടുതൽ പവർ വേണം അല്ലെങ്കിൽ കൂടുതൽ സ്പീഡ് വേണമെങ്കിൽ നമ്മളെപ്പോഴും ഒരു 5000-7000 RPM കഴിഞ്ഞിട്ട് നമ്മൾ ഗിയർ മാറാം. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു പഞ്ച് നമുക്ക് ഫീൽ ചെയ്യും വണ്ടിയിൽ. കണ്ടോ, ഭയങ്കര പെട്ടെന്ന് കേട്ടോ വണ്ടി. ആ ത്രോട്ടിൽ റെസ്പോൺസ് ഭയങ്കരമാണ്. കാര്യം നമ്മളൊരു 5000 RPM ഒക്കെ കഴിഞ്ഞാൽ വണ്ടി ശരിക്കും പെട്ടെന്ന് വണ്ടി കയറിപ്പോവും. നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയേഴ്സ് എനിക്ക് തോന്നുന്നു സെയിം നമ്മുടെ SF കണ്ട അതേ ഒരു ഗിയേഴ്സാണ്. ചെറിയ ഒരു ടൈറ്റ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ചെയിൻ മര്യാദയ്ക്ക് ടൈറ്റ് ചെയ്ത് ലൂബ് ചെയ്താൽ നമുക്കത് സിമ്പിളായിട്ട് ആ ഒരു ടൈറ്റ്നെസ് മാറും വണ്ടിയുടെ. അത് ശരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. നമുക്ക് ചെയിൻ കറക്റ്റായിട്ട് ടൈറ്റും ലൂബും ചെയ്താൽ നമുക്കിതിൻ്റെ ഗിയേഴ്സ് ഭയങ്കര സ്മൂത്താവും. നമ്മൾ പഴയ സുസുക്കിയുടെ ആ ഒരു ടൈറ്റ്നെസ് ഒന്നും ഇപ്പോൾ എന്തായാലും ഇല്ല ഈ വണ്ടിക്ക്. ബട്ട് ഇത്രയും കൂടെ നമുക്ക് വേണേൽ സ്മൂത്ത് ആക്കാം. നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ലൂബ് ചെയ്ത് കറക്റ്റ് ആ ടൈറ്റിങ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ വണ്ടിയിൽ നിന്ന് ആ ഗിയേഴ്സ് ഭയങ്കര സ്മൂത്തായി കിട്ടും. അപ്പോൾ നമുക്ക് 0 to 100 ഒന്ന് ചെക്ക് ചെയ്യാം. വണ്ടികളൊക്കെ ഒന്ന് കുറയട്ടെ. വണ്ടികൾ കുറവുണ്ട്. അപ്പോൾ അതായിരുന്നു വണ്ടിയുടെ ടൈമിങ് 0 to 100 എത്താൻ. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കയറിയല്ലേ. എനിക്ക് തോന്നുന്നു ഏകദേശം വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 156 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. അപ്പോൾ ആ ഒരു വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ വണ്ടി അത്യാവശ്യം നല്ല പെട്ടെന്ന് കയറിയായിരുന്നു. നമുക്ക് നല്ല ഒരു പെർഫോമൻസ് കൂടിയാണ് നമുക്ക് അവൈലബിൾ ആക്കിയത്. അത് കൂടാണ്ട് ഇതിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഞാൻ പറഞ്ഞില്ല, ഹയർ RPMs എത്തിയപ്പോൾ നമുക്ക് കൂടുതൽ വൈബ്രേഷൻ നമ്മുടെ ഫുഡ് പെക്സിൻ്റെ അവിടെ നിന്നും പിന്നെ ഈ ടാങ്കിൻ്റെ ഈ ചെറിയ ഈ സൈഡിൽ നിന്നും നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് 7000 RPM താഴെ നിങ്ങൾക്ക് ഒരു വൈബ്രേഷനും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ നമുക്കിപ്പോൾ ഏത് വണ്ടിയാണുള്ളതെന്ന് വെച്ചാൽ ഡ്യൂക്ക് 250 ഉണ്ട്. അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടാവും.
നെക്സ്റ്റ് പറയാൻ പോയാൽ ഇതിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റർ സൈഡാണ്. എനിക്ക് അത്ര ഹാർഡായിട്ടൊന്നുമില്ല. ഫ്രണ്ട് സസ്പെൻഷൻ എന്തുകൊണ്ടും നല്ല സോഫ്റ്റാണ്, നല്ല ഡാമ്പിങ് ഉണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ. ബാക്ക് സസ്പെൻഷൻ എനിക്ക് ചെറുതായിട്ട് ഒരു ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണ ഹാർഡർ സൈഡിലേക്കാണ് തോന്നുന്നു. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്, അത് കുറച്ച് ഹാർഡർ സൈഡിലേക്കാണ് സെറ്റ് ചെയ്തേക്കണേ. അത് ഒന്ന് സോഫ്റ്റർ സൈഡിലേക്ക് ആക്കിയാൽ നമുക്ക് സസ്പെൻഷൻ ഇനിയും സോഫ്റ്റ് ആവും. ഇതൊരു സോഫ്റ്റർ സൈഡാണ് എൻ്റെ സസ്പെൻഷൻ ഓവറോൾ നോക്കാൻ പോയാൽ. ബാക്ക് സസ്പെൻഷൻ നമുക്ക് വേണേൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാം. ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ടൊന്നുമില്ല. അത് SF-നും എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല, ജിക്സറിനും എനിക്ക് തോന്നിയിട്ടില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. സുസുക്കിയുടെ പേറ്റൻറ്റ് ടെക്നോളജിയാണ് സുസുക്കി ഓയിൽ കൂളിംഗ് സിസ്റ്റം. അത് എന്തായാലും നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. നല്ല രീതിയിൽ ഹീറ്റ് ഡിസിപ്പേഷൻ നമുക്ക് ശരിക്കും കാലിലൊന്നും അങ്ങനെ ഹീറ്റ് അടിക്കില്ല. നമ്മളിപ്പോൾ നല്ല അത്യാവശ്യം നല്ല ട്രാഫിക്കിൽ കൂടെ വണ്ടി ഓടിച്ചായിരുന്നു, എനിക്ക് അപ്പോഴൊന്നും അങ്ങനെ ഹീറ്റൊന്നും കാലിലൊന്നും അടിക്കുന്നുണ്ടായില്ല. ഇതിൻ്റെ ക്ലച്ച് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിഡ് റേഞ്ച് ക്ലച്ചാണ്. അത്ര സോഫ്റ്റും അല്ല അത്ര ഹാർഡും അല്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗിയറൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും അത്യാവശ്യം നല്ല പ്രിസൈസ് ആയിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. വണ്ടിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ലേ 100-110 ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്ത് പോകാം. വണ്ടിക്ക് ഒരു വൈബ്രേഷനോ വണ്ടിക്ക് ഒരു സ്ട്രെയിനും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ക്രൂസ് ചെയ്ത് പോകാം 100-110 ഒക്കെ. അതിലും വണ്ടി നല്ല സ്റ്റേബിളാണ്, നല്ല സ്മൂത്താണ് വണ്ടി. സീറ്റൊക്കെ അത്യാവശ്യം നല്ല കുഷൻഡ് സീറ്റാണ്. നമുക്ക് നല്ല രീതിയിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാനായാലും നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നില്ല. ഒരു എക്സ്ട്രാ കാര്യം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ടാങ്കിൻ്റെ അവിടെ സൈഡ് ഗ്രിപ്പ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഫ്രണ്ടിലേക്ക് കയറി പോകില്ല. അത് ഒരു നല്ല കാര്യമായിട്ടാണ്. അതുണ്ടായിരുന്നെങ്കിൽ അത് ഇത്രയും കൂടെ അടിപൊളിയായെന്ന് എനിക്ക് തോന്നി. ബാക്കിയൊക്കെ വെച്ച് നോക്കിയാൽ വണ്ടി നല്ലൊരു വണ്ടിയാണ്, നല്ല പ്രൈസിങ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ റേറ്റ് വന്നത് ഏകദേശം 1,90,000 ആണ് വണ്ടിയുടെ റേറ്റ്. നമുക്ക് ഓൺ റോഡ് പ്രൈസാണ് 1,90,000 വണ്ടിയുടെ. അപ്പോൾ ആ ഒരു റേറ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡ്യൂക്ക് 250 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു BS6 വേരിയൻസിന് 2.6 lakhs ഉണ്ട്. അപ്പോൾ നമുക്കൊരു 250cc ഈ ഒരു പവർ ഏകദേശം ഈ ഒരു പവറുള്ളൊരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1.9 lakhs നമുക്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. വാല്യൂ ഫോർ മണി വണ്ടിയാണ്. നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാനും പറ്റും. പിന്നെ സുസുക്കിയുടെ സർവീസ് കോസ്റ്റൊക്കെ ആയാലും കുഴപ്പമില്ലയെന്നേ ഞാൻ പറയുള്ളൂ. അത്യാവശ്യം ഞാൻ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എനിക്ക് കറക്റ്റ് റേറ്റ് അറിയില്ല, അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചിട്ട് സർവീസ് കോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ 2 കളർ വേരിയൻ്റാണുള്ള, ഒന്ന് ഈ സിൽവറും ബ്ലാക്കിൻ ടോണും ഉള്ളത്, പിന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളറും ഈ ജിക്സർ 250ക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ യെസ്, അതായിരുന്നു എൻ്റെ ജിക്സർ 250യുടെ വീഡിയോ. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഈ വണ്ടി കയ്യിൽ കിട്ടിയത്. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേരും കൊച്ചി മച്ചാൻ എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എൻ്റെ പേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ യെസ്, അതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കനുണ്ട്, ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.